ഇപ്പോഴെ എന്തായാലും ചോദിക്കണ്ട. എവിടം വരെ പോകും നോക്കട്ടെ. ശരിക്ക് കൊടുക്കാം. ഇപ്പൊ എന്തായാലും മൈൻഡ് ആക്കുന്നില്ല. ഒരു ദിവസം ഞാൻ കയ്യോടെ പൊക്കുന്നുണ്ട്. എടാ അർജുൻ, ഡാ നീ അവിടെ എന്തെടുത്തോണ്ടിരിക്ക? എടാ നീ എന്താ ഇവിടെ? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു. ആ ഫോൺ എടുത്ത് നോക്കിയേ. ഫോണ് സൈലന്റ്. എടാ എന്താടാ? ഞാൻ നിന്നെ തപ്പി ആദ്യം ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോ അവിടെ ഇല്ല. സൈറ്റിലുണ്ടെന്ന് പറഞ്ഞു. സൈറ്റിൽ ചെന്നപ്പോ അവിടെ നീ ഇല്ല. എവിടെയൊക്കെ തപ്പണോടോ നിന്നെ? ആ ഫോൺ നിനക്കൊന്ന് ഓണാക്കി വെച്ചൂടെ? അത് പിന്നെ അത് തന്നെ ഓഫായി പോയതാന്ന് തോന്നുന്നു. അത് ശരി. വന്നേ എനിക്കൊരു അത്യാവശ്യമുണ്ട്. എടാ നീ ഇത് നോക്കി ഒന്ന് സെലക്ട് ചെയ്ത് വാ. എനിക്ക് ആക്ച്വലി ഇത് 3 ഇഷ്ടമായി. നിന്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് നീ പറയണം, ഞാനിത് എഴുതിടണം. നീ പറഞ്ഞ ശരിയാ, ഇത് 3 ഇട്ടാലും അടിപൊളിയായിരിക്കും. ഐ തിങ്ക് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ ഇത് തന്നെ എടുക്കൂ. അപ്പൊ ആൽവിനെ ഇത് സെലക്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റായാലോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. സൈറ്റിൽ പോകണോ? സൈറ്റിൽ തന്നെയാണോ? എന്താ? അല്ല, സമയം കളയാണ്ട വേഗം പൊയ്ക്കോളെ. ശരി എന്നാ. എന്തൊരു ചൂടായത് ചേട്ടാ. ഒരു തണുത്ത സോഡ. ഈ ചൂടാണെങ്കിൽ ദൈവം, അടുത്ത മാസമൊക്കെ ഞാൻ എന്ത്. ഇവനെന്താ ഇവിടെ? ഇവനെന്നെ വീട് വല്ലതും നോക്കുന്നുണ്ടോ? ആളുള്ള വീടാണല്ലോ. വീട് വാങ്ങുന്ന കാര്യമൊന്നും ഇവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് സെബാസ്റ്റ്യന്റെ വീടല്ലേ? സെബാസ്റ്റ്യൻ വീട് വെക്കുന്നൊന്നുമില്ലല്ലോ. സംതിങ് ഫിഷി. ഹലോ. സന്തോഷം, ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തല്ലോ. എന്താടാ നീ എവിടെയാ? ഞാൻ സൈറ്റിലുണ്ട്. എന്താടാ? അല്ല, എനിക്കൊന്ന് കാണാൻ വേണ്ടി വിളിച്ചായിരുന്നു. എന്താടാ, ഇന്നലെയല്ല നീ എന്നെ കണ്ടത്? ദിവസം കാണാൻ ഞാൻ വരുന്ന എന്റെ കാമുകയോ? കാണേണ്ടവരൊക്കെ കാണുന്നുണ്ടല്ലോ നീ ദിവസവും. എന്താ? അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെയാണോടാ? ഞാൻ കുറച്ച് ബിസിയാ, അതെനിക്ക് മനസ്സിലായി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ വരാം. ഓ നടക്കട്ടെ, നിന്റെ ഇപ്പത്തെ ജോലി എന്തായാലും നടക്കട്ടെ. ഇനി ഞാൻ നിന്നെ വിളിച്ചു വരുത്തി നിന്റെ പണി മുടക്കണ്ട. അതോടെ നടക്കട്ടെ. ഞാൻ നിന്നെ പിന്നെ വേണ്ട പോലെ കണ്ടോളാം. എന്നാ ശരി, ഞാൻ വെച്ചോട്ടെ. കുറച്ച് പണിയുണ്ട്. നടക്കട്ടെ. നിന്റെ പണി ഞാൻ തടത്തിത്തരാടാ. ചേട്ടാ ഇത് സോഡ. ചേട്ടാ ഇത് നമ്മുടെ സെബാസ്റ്റ്യന്റെ വീടല്ലേ? അതന്നെ. പുള്ളിക്ക് എത്ര മക്കള്? 4 പേരാ. 2 ആണ് 2 പെണ്ണും. ഇല്ലല്ലേ? എന്താ ചെയ്യാ? പിള്ളേരൊക്കെ എന്ത് ചെയ്യാ? മൂത്ത 2 ചെക്കന്മാരാ. അവന്മാർക്ക് എന്തൊക്കെയാ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാ. പിന്നെ പെൺപിള്ളേരുണ്ടോന്ന് പഠിക്കുക. മൂത്ത വങ്ങച്ച് ഡിഗ്രി എന്തോ പഠിക്കുന്നേ. പിന്നെ ഇളയത് സ്കൂളിൽ എന്തോ പഠിക്കുന്നേ. അതെത്രയില്ലാന്നൊന്നും അറിയത്തില്ല. അത് തന്നെ കാര്യം. സെബാസ്റ്റ്യൻ അറിയാവോ? പിന്നെ അറിയാലോ. ഇങ്ങനെ എന്തായാലും ഇടപാടുണ്ടോ? ഒന്നുമില്ല, അതാ ചോദിച്ചതാ. എടി നീ അങ്ങോട്ട് നോക്കിയേ. എന്താ? ഇത് നിന്നെ കൊണ്ടാ പോലെന്ന് തോന്നണം. എന്തിപ്പോ വഴി? ഇതിപ്പോ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൊന്നും എനിക്ക് തോന്നണില്ല. നീ എന്താ വെച്ചാൽ സംസാരിച്ചോ, അതാ നല്ലത്. എല്ലാം ശരിയാക്കാം. ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഹലോ. നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് കോഫി കുടിക്കാൻ. ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഒറ്റയ്ക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താനും വന്നോ? തനിക്ക് പറ്റൂല എന്ന് പറഞ്ഞതിന്റെ കാരണം അതെനിക്കറിയണം. കാരണം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാ ഇനൊന്നും തീരില്ല. ഇപ്പൊ എത്ര അറിഞ്ഞാ മതി. എനിക്കിപ്പോ ഒരു റിലേഷൻഷിപ്പിനോടൊന്നും ഒരു താല്പര്യമില്ല. എനിക്ക് പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങണം. ഇപ്പൊ എന്റെ മുന്നിൽ അത്രേ ഉള്ളൂ. താനിപ്പൊ ഇന്ന് എന്നോട് എസ് പറഞ്ഞ ഞാൻ തന്നെ ഇപ്പൊ ഒന്നും പോയി കെട്ടാനൊന്നും പോകുന്നില്ല. കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും എനിക്കിപ്പോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കൂടെ കഴിയില്ല. എനിക്കതിന് പറ്റുന്നില്ല. അതുകൊണ്ടാ, പ്ലീസ് ഇത് വേണ്ട, നിർത്ത്. ഞാൻ പോവാ, എനിക്ക് പോവാൻ സമയം. പ്ലീസ് നിക്ക്, ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കുക. സോറി, എനിക്കിതിൽ കൂടുതൽ നിൽക്കാൻ കഴിയില്ല.
പറയുന്നൊന്ന് മനസ്സിലാക്ക്. പ്ലീസ്, ഒരു 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് താമസിച്ചാൽ ഞാൻ കൊണ്ടുവിട്ടോളാം. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. വേണ്ട, 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് എങ്കിലും ഞാൻ ഒന്ന് പറയുന്നൊന്ന് കേക്ക്. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് അവളെ വെറുതെ വിട്. അവള് പറയുന്നൊന്ന് മനസ്സിലാക്ക്. നാളെ കാണാ ഇനി. പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. പപ്പ വരുന്നുണ്ട്. പ്ലീസ് പ്ലീസ് ഒന്ന് പോ. ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല. പപ്പ വരുന്നുണ്ട്, പ്ലീസ് ഒന്ന് പോ. ഇപ്പൊ പോയില്ലെങ്കിൽ ഈ ജന്മത്തെ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. പ്ലീസ് ഒന്ന് പോ. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് പോ. അവൾ അപ്പ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. എന്താണ് ഇവിടെ പരിപാടി? എന്താന്ന്? കോളേജ് വിട്ടിട്ട് എത്ര നേരമായി? അത് പിന്നെ എനിക്ക് സ്റ്റേഷനറി വരാൻ കാരണമായിരുന്നു. എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ വാങ്ങി തരില്ല നിങ്ങൾക്ക്. അത് പിന്നെ ഉണ്ടാത്ത വണ്ടി കയറും. നിന്നോട് ഇത് പ്രത്യേകിച്ച് പറയണോ? കയറാൻ വണ്ടിക്കത്. നീ ഓക്കെ ആണോ? എടാ, നീ ഓക്കെയാ? എന്തായാലും നല്ല സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നേ. അത് ഒന്നുമില്ല, എന്തോ ഒരു ചെറിയ തലവേന പോലെ സൈറ്റിൽ നിന്ന്. വേണ്ടി പോരുത് അവൻ്റെ ഒരു സൈറ്റ്. എന്നടാ നല്ല അർജുനെ, ഞാൻ നിന്റെ അടുത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താടാ, എന്ത് വന്നാലും എല്ലാം നീ എന്നോട് പറയുന്നല്ലേ? ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് നീ എന്താണ് എന്നോട് പറയായിരുന്നേ? ഞാൻ എന്താ ഇതൊന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചോ? നീ പഴയതുപോലെ ആയി നിറഞ്ഞപ്പോ എന്തോ അത്ര സന്തോഷം എന്നറിയോ? അപ്പോഴും ഞാൻ വിചാരിച്ചു നീ എപ്പോഴെങ്കിലും എന്നോട് വന്ന് പറയൂന്ന്. ഇപ്പൊ ആ പെണ്ണ് കാരണം വിഷമിച്ചെന്നപ്പോ പോലും നിനക്ക് എന്നോടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ. എടാ, എനിക്കെന്തോ പറയാൻ തോന്നിയില്ലടാ, സോറി. അങ്ങനെ ഒരു ഇഷ്ടം വന്നു പോയി. എപ്പോഴാ എങ്ങനെയാ ഒന്നും എനിക്കറിയത്തില്ല. ഇനി റിലേഷൻഷിപ്പിലോട്ട് പോണ്ടെന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷെ എനിക്കറിയത്തില്ലടാ, എപ്പോഴും ഞാൻ മാറിപ്പോയി. അവളുടെ അപ്പനെ എനിക്ക് നന്നായിട്ട് അറിയാം. ആണോ? സെബാസ്റ്റ്യൻ, പുള്ളി ഇവിടുത്തെ ഒരു മെയിൻ ബിസിനസ്മാനാ. ആണല്ലേ? നമ്മൾ കുറച്ച് പേടിക്കണം. പേടിച്ചല്ലേ പറ്റൂ, നമ്മുടെ ആവശ്യമായി പോയില്ലേ. എന്തായാലും നല്ല ആളെ തന്നെ നീ കയറി പിടിച്ചത്. അമ്മയാളെ സത്യം ഞാൻ ആ പെണ്ണ് തൊട്ട് പോലും നോക്കിയിട്ടില്ല. ഓ, അതല്ലടാ കോപ്പേ. എന്തായാലും നാളെ പോയി സംസാരിച്ചു നോക്ക്, എന്താ സംഭവം എന്നറിയാലോ. സത്യം പറഞ്ഞാ നാളെ നിന്റെ കൂടെ വരണമെന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. അതെന്നാടാ? അതെന്തുകൊണ്ടും നന്നായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇത്രയും നാളെ നീ ഒറ്റയ്ക്കല്ല പോയത്, അപ്പൊ നാളെ ഒറ്റയ്ക്ക് തന്നെ നീ പോയിക്കോ. ഓക്കെ? ഐ ആം ദി സോറി അല്ലയോ. നാളെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, സോ എനിക്ക് പോയേ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി അർജന്റ്. ശരി ശരി. ഇന്നവളില്ലേ? ദൈവമേ, ഇന്നലത്തെ പോക്ക് പണിയായ. ഹലോ, ഇന്നവള് വന്നില്ലേ? വീട്ടില് സീനായല്ലേ? പച്ച മലയാളത്തിലല്ലേ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതൊന്നും വേണ്ടാന്ന്. ഇയാൾക്കല്ലായിരുന്നു ഭയങ്കര നിർബന്ധം. അത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാൾക്കല്ലായിരുന്നോ കേൾക്കാൻ ബുദ്ധിമുട്ട്? ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇത്രയൊന്നുമില്ല, ഇതൊക്കെ മേലെ പ്രതീക്ഷിക്കണം. ഇന്നെന്തപ്പ വരാതിരുന്നേ? വരാതിരിക്കത്തൊന്നുമില്ല, വരും. അവക്ക് ആകെ സമാധാനം കിട്ടുന്നത് ഈ കോളേജിൽ വരുമ്പോഴാണ്. അതുകൊണ്ട് അവള് വരാതിരിക്കില്ല. ഇന്നെന്തോ അത്യാവശ്യം അത്ര ഉച്ചയാകുമ്പോ വരുമെന്നാ പറഞ്ഞേ. നന്നായി. എന്നാ പിന്നെ ഞാൻ വൈകുന്നേരം വരാം. ഇന്ന് അവളെ കൊണ്ട് അടി വാങ്ങിപ്പിക്കുവോ? അങ്ങനൊന്നുമില്ല, ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ശരി ശരി, അപ്പൊ ബൈ, വൈകുന്നേരം കാണാം. ഇതെന്താ ഇങ്ങനെ? ഇത് 3:10 ഇതെന്റെ വാച്ച് ഓടാൻ കിട്ടോ? അല്ല, ഇതെന്താണ് ക്ലോക്കിൽ സൂചി ഓടുന്നില്ലേ? ഇത് കുറെ നേരമായാലും അവിടെ തന്നെ നിൽക്കുന്നു. ബാറ്ററി മാറ്റിയാലോ? സാറിന് എന്ത് പറ്റി? കുറെ നേരമായല്ലോ. സാർ, എവരിതിങ് ഈസ് ഫൈൻ? ഫൈൻ. ഇതെന്താണ്? ഹലോ. അല്ല, സാറിന്റെ കൂട്ടുകാരൻ എന്നെ പറ്റി?
ഈ ലേബർ റൂട്ടിന്റെ ഫ്രണ്ടിൽ കിടന്നിട്ട് ഭർത്താക്കന്മാര് തെക്കം നടക്കുന്നുണ്ടെന്ന് കണ്ടിട്ടില്ലേ? കുറെ നേരം വൈകുന്നോണ്ട് അർജുൻ സാർ അങ്ങനെ നടക്കുന്നു പറഞ്ഞിട്ട് 5 മിനിറ്റ് ആ ക്ലോക്കിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും, പിന്നെയും വന്നിരിക്കും, പിന്നെ 5 മിനിറ്റ് അവിടെ പോയി നിൽക്കും. എന്ത് പറ്റി? എന്തോ കാര്യമായിട്ടില്ല, നോക്കാം. എന്താണ് നീ വന്നേ? എന്താടാ? എനിക്കൊരു ടെൻഷനടാ. എന്തിന്? അവിടെ നിന്ന് വൈകുന്നേരം കാണാൻ പോവാ? ഇത്രയും നാളും ഇല്ലാത്ത ടെൻഷൻ ഇപ്പൊ കയറി വന്ന്. എനിക്ക് ഒരു വിഷമവും എനിക്കറിയത്തില്ലടാ. എടാ നീ ഇവിടെ വരുന്നോടാ. ആ അതിനു വേണ്ടി തന്നെ ഞാൻ വന്നത്. റിയലി? നീ എന്റെ മുത്താണ്ടാ. എപ്പോഴാ പോണേ? 3:10 കോളേജ് വിടണേ. അപ്പൊ തന്നെ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. എന്നാ വാടാ നോക്കി പറഞ്ഞാലോ. അവിടെ ചെന്നിട്ട് 2 നാരങ്ങളൊക്കെ കുടിച്ചിട്ടേക്കാം. ഓക്കെ എന്നാ ശരി. ദീപ്തി ഇവിടെ നോക്കിയോണേ, നീ എപ്പോ വരാം. ഓക്കെ സാർ. വന്ന് നിന്റെ അർജുൻ. കൂടെ വേറൊരാളും കൂടി ഉണ്ടല്ലോ. എടി നിനക്ക് മനസ്സിലായില്ലേ? ഇതാ കോളേജിൽ എന്നും വൈകുന്നേരം വായി നോക്കാൻ വന്ന് നിൽക്കുന്ന പുള്ളി. ഓ റെമോ. ഈ പുള്ളിയും റെമോയും തമ്മിൽ എന്താ ബന്ധം? നോക്കാം. ഹായ്, ഇതാരാ? ഇതെന്റെ ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ ചെറുപ്പം പോലെയുള്ള പരിചയം. ഹായ്, ഐ ആം ഡാൻ ക്രിസ്റ്റി. എല്ലാവരും റെമോ വിളിക്കും. അറിയാം. ചേട്ടാ ഭയങ്കര ഫേമസ് അല്ലേ? കണ്ട് എനിക്കൊന്ന് സംസാരിക്കണം. അത് ശരി. ഇന്നലെ നടന്നു നോക്കാൻ മറന്നോ? അയ്യോ അത്രയും നേരമൊന്നും വേണ്ട. പറയാനും കിട്ടുന്നില്ല. എന്റെ പൊന്നു പെങ്ങളെ, സംഭവം ഇതൊന്നല്ല. അവന് നിന്റെ ഭയങ്കര ഇഷ്ടം. തനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. റിയലി സോറി. ഇനി ഞാൻ ഒരുപാട് സംസാരിച്ചിരിക്കുന്നില്ല. ഇനി ചിലപ്പം ഇന്നലെ സംഭവിച്ച പോലെ ഇന്ന് ചിലപ്പോൾ സംഭവിച്ചാലോ. അതുകൊണ്ട് പോയിക്കോ, പിന്നെ കാണാം. ശരി, ബൈ. അല്ല ഇതിനാണ്? ഇതൊന്നല്ല, ഇതിൽ കൂടുതൽ പറയണമെന്നുണ്ട് എനിക്ക്. സമയത്തിന്റെ സമ്മർദ്ദം മൂലം ഇത്രേ പറ്റൂ. ഓയ്, പേരെന്താ? ഒരു ലവ് സോങ്ങിനുള്ള ഗ്യാപ്പ് ഇല്ലേ? പിന്നെ ഇല്ലാതെ ആള് പെണ്ണല്ലേ നോക്കിയത്? അതെ. ഓ ഇവൻ നശിപ്പിക്കും. എന്താ അതായത് ഈ ലവ് സോങ്ങില് എന്റെ ആവശ്യമുണ്ടോ? നിനക്കെന്താ എന്റെ പെണ്ണിന്റെ വേണോ? എനിക്കൊന്നും വേണ്ട, എനിക്കെന്റെ പല്ലവുണ്ടല്ലോ. എന്നാ പോയെ. ഇത് ഞാൻ ഇന്ന് പൊളിക്കും. ഡാൻസേഴ്സ് കം ഓൺ. இதழின் ஒரு ஓரம் சிரித்தாய் அன்பே நிஜமாய் இது போதும் சிரிப்பாய் அன்பே என் நாடியை சிலிர்க்க வைத்தாய் என் நிறவெல்லாம் வெளிச்சம் தந்தாய் என் நான் கர்வம் மறந்தென்று உன் முன்னே பணிய வைத்தாய்
ஓ எல்லாம் மறந்து உன் பின்னே வருவேன். நீ சம்மதித்தால் நான் நிலுவையும் தருவேன். உன் நிழல் தரைப்படும் தூரம் நடந்தேன். அந்த நொடியை தான் கவிதையை வரைந்தேன். பெண்ணே என் கண்ணே செந்தேனே வா முன்னே என் உயிருக்கும் பேரை வைத்தான். என் நாடியை சிலுக்க வைத்தான். என் நிறவெல்லாம் வெளிச்சம் தந்தாய். என் நான் கர்வம் மறந்தென்று உன் முன்னே பணிய வைத்தாய்.